അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും വല്ലാത്തൊരു നിരാശയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ ഒരു വിധി രാജ്യത്തെ മതേതര വിശ്വാസികളെയും രാജ്യത്തെ പുരോഗമന ജനാധിപത്യ വിശ്വാസികളെ ആകെ വല്ലാത്ത നിരാശയിലേക്ക് കൊണ്ടുപോയി. ഒരു നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വിധിയോ എന്ന അർത്ഥത്തിലൊരു സംശയം വരികയുണ്ടായി. പക്ഷേ പിന്നീട് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു ഒട്ടനവധി വിധികൾ, പരമോന്നത നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിധികൾ, ഏറ്റവും ഒടുവിലായി ഈ വിധി, പുർഗായസ്തയുടെ വിധി, കഴിഞ്ഞ ദിവസം ഗൗതം നൗലാഖയുടെ വിധി, അതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിധി, അതിനു മുമ്പ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിലെ വിധി, അതിൽ തന്നെ SBIയോട് മര്യാദയ്ക്ക് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൊണ്ടുവെക്കുമെന്ന് പറയുന്നൊരു സംഭവം. കാരണം ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ എവിടെയൊക്കെ ഈ നമ്മളീ പറയുന്ന ഈ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളുണ്ടല്ലോ, ഈ 4 തൂണുകളെയും 3 തൂണുകളെയും ഈ മോദി ഭരണകൂടം പിടിച്ച് അടക്കിയിരിക്കുക. 4 തൂണുകളെയും പിടിച്ചടക്കി. പക്ഷേ പിടിച്ചടക്കാൻ പറ്റാത്തൊരു തൂണുണ്ട്, അത് നീതിപീഠമാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് ഈ വിധി കൊണ്ടുവരികയും ചെയ്തു. കാരണം ഇത്തരത്തിൽ ഈ വിധി വന്നതോട് കൃത്യമായി കോടതിക്ക് തോന്നി ഈ ഘട്ടത്തിൽ ജാഗ്രതായി നീതിപീഠം ഉണരുകയും ഇടപെടേണ്ടതും ചെയ്തൊരു സാഹചര്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം നമ്മൾ ഈ വിധികളെല്ലാം ഒരു തുടർച്ചയുണ്ട്, അങ്ങനെ തന്നെ വായിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ്. അവിടെ ഇടപെട്ടു. ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചിട്ടു. അന്ന് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികളടക്കം പങ്കെടുക്കേണ്ടതുണ്ട്. കൃത്യമായ ബോധ്യപ്പെടൽ സുപ്രീം കോടതിക്കുണ്ട്. നീതിപീഠം കൃത്യമായി ഇടപെടുകയാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അമിതാധികാര പ്രവണത എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതകാലത്ത്, നമ്മുടെയൊക്കെ ഈ ചെറിയ പ്രായത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾക്കത് കണ്ടിട്ടില്ല. അമിതാധികാര പ്രവണത നമ്മൾ കേട്ടറിവ് എന്ന് പറഞ്ഞാൽ 1975 ഇന്ദിരാഗാന്ധിയുടെ അമിതാധികാര പ്രവണത, അമിതാധികാരമാണ്. അതിനുശേഷം ഈ വർഗീയത വളമാക്കി മോദി ഭരണകൂടം അധികാരത്തിലേക്ക് വരികയും അമിതാധികാരവും സമഗ്രാധിപത്യം എന്താണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ മിണ്ടിയാൽ മാധ്യമമാണെങ്കിൽ നിങ്ങളെ പിടിച്ചകത്തിടും, നിങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങളെ കള്ളക്കേസ് പിടിച്ചകത്തിടും. ഇതിന് കിട്ടിയ ഒരു വലിയ തിരിച്ചടി, അത് തന്നെ NBC പറഞ്ഞത് വരുന്നുണ്ട്, ആ കൊമ്പ് മുളച്ച ആ വർഗീയ, ആ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന് കിട്ടിയ കൃത്യമായൊരടി. ഇത് ഒരുപക്ഷെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരും എന്ന് പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ കരുതുകയും ചെയ്യുന്നത്.